السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, കഴിഞ്ഞ ദർസിൽ മക്കായിദു ശൈത്താൻ, ഷൈത്താനിന്റെ വ്യത്യസ്ത കെണികൾ, മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ഷൈത്താൻ എന്നുള്ളതും, ഷൈത്താൻ മനുഷ്യനെ പിഴപ്പിക്കാൻ, നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത കെണികൾ അതേതൊക്കെയാണ് എന്നതിനെ പറ്റിയുമാണ് നാം സംസാരിച്ചത്. അതിന്റെ തുടർച്ച എന്നോണം ഇന്ന് നാം സംസാരിക്കുന്നത് എങ്ങനെയാണ് പിശാചിന്റെ ആ കെണികളിൽ നിന്ന്, ശൈത്താൻ ഒരുക്കിയിട്ടുള്ള ആ കെണികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുക, രക്ഷ ലഭിക്കുക എന്നതാണ്. അഥവാ ഖുർആനിലും സുന്നത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് പിശാചിന്റെ ഷർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ല എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന വിഷയമാണ് നാം പറയുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ശൈത്താൻ, നമ്മുടെ ശത്രുവായിട്ടുള്ള, നമ്മെ എങ്ങനെയെങ്കിലും ശാശ്വതമായ നരകാവകാശികളുടെ കൂട്ടത്തിൽ, ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രു, നമ്മോട് ഒരു അംശം പോലും കാരുണ്യം കാണിക്കാത്ത നമ്മുടെ ശത്രു, ആ ശത്രുവിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നാം രക്ഷ നേടേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്, ഏതെല്ലാം രീതികളിലാണ് നാം രക്ഷ നേടേണ്ടത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ. ഒന്നാമത്തെ കാര്യം, പിശാചിന്റെ, ശൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ശൈത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഖ്ലാസാണ്. അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. നാം കഴിഞ്ഞ ദർസിൽ തന്നെ സൂചിപ്പിച്ചു, ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ലഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ എല്ലാവരെയും പിഴപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ മുഖ്ലിസീൻ എന്നൊരു ഖിറാഅത്തുണ്ട്, ഇഖ്ലാസ് ഉള്ളവരായ നിന്റെ അടിമകളെ ഒഴികെ. അപ്പൊ ഇഖ്ലാസ് ഉള്ളവരെ തെറ്റിക്കാൻ സാധിക്കില്ല എന്ന് ഇബ്ലീസിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഖ്ലാസിനെ തകർത്ത് കളയാനാണ് ആദ്യം പിശാച് ശ്രമിക്കുക. ആദ്യം ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇഖ്ലാസിനെ തകർത്ത് കളയാനാണ്. ഇഖ്ലാസ് തകർന്നു കഴിഞ്ഞാൽ നാം എത്ര ശ്രമിച്ചാലും ആ ഒരു നമ്മുടെ കർമ്മം അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇഖ്ലാസ് തകർന്നു കഴിഞ്ഞാൽ പിശാചിന് നമ്മെ ഏതെല്ലാം പല രീതിയിൽ നമ്മെ പിഴപ്പിക്കാനും സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബിൽ ഹസൻ ബസരി റഹിമഹുല്ലയിൽ ഉദ്ധരിക്കുന്ന ഒരു കഥ കൊടുക്കുന്ന കാണാം. ആ കഥയുടെ ആശയം ഇതാണ്: ഒരിക്കൽ ഒരു നാട്ടിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമുണ്ടായിരുന്നു. ഒരു വൃക്ഷത്തിനെ ആളുകൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി, തൗഹീദുള്ള ഒരു വ്യക്തി, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആ മരത്തെ മുറിച്ചു കളയാൻ വേണ്ടി മഴുവുമായിട്ട് എടുത്ത് ഇറങ്ങി പുറപ്പെട്ടു. അതിനെ ഇല്ലാതാക്കാൻ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആ വൃക്ഷത്തെ മുറിച്ചു മാറ്റാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇബ്ലീസ് ഒരു മനുഷ്യന്റെ രൂപത്തിലായിക്കൊണ്ട് ഈ പോകുന്ന ആളുടെ അടുക്കലെത്തി. ഇത് ചോദിച്ചു, മാ തുരീദ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ എങ്ങോട്ടാണ് പോണത്? അപ്പൊ അയാൾ പറഞ്ഞു, ഉരീദു അൻ അഖ്തഅ ഹാദിഹി ഷജറ അല്ലതി തുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഈ വൃക്ഷത്തെ മുറിച്ചു കളയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യരൂപത്തിൽ വന്ന ഇബ്ലീസ് ചോദിച്ചു, നിനക്കെന്താണ് അതുകൊണ്ട് ബുദ്ധിമുട്ട്? നീ എന്തായാലും ആ വൃക്ഷത്തെ ആരാധിക്കുന്നില്ല, പിന്നെ നീ എന്തിനാ അതിന് മുറിച്ചു കളയുന്നത്? നിനക്ക് അതുകൊണ്ടൊരു ദോഷം ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ എന്തായാലും അത് മുറിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പോ പിശാച്, ശൈത്താൻ, മനുഷ്യരൂപത്തിൽ വന്ന ശൈത്താൻ പറഞ്ഞു,
നീ അത് മുറിക്കാതിരുന്നാൽ നിനക്ക് ഹൈറായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ അത് മുറിക്കാതെ പോയി കഴിഞ്ഞാൽ നീ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ തലയിണയുടെ അടിയിൽ 2 ദീനാർ നിനക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. 2 ദീനാർ വീതം ഓരോ ദിവസവും നിനക്ക് ലഭിക്കും. അങ്ങനെ അയാൾ തിരിച്ചുപോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അയാളുടെ രാവിലെ എഴുന്നേറ്റ് തലയിണ അടിയിൽ നോക്കിയപ്പോൾ അവിടെ 2 ദീനാർ കണ്ടു. അങ്ങനെ കുറച്ച് ദിവസമോ അങ്ങനെ ലഭിച്ചു. ഒരു ദിവസം അത് കാണാതെയായി. അങ്ങനെ അത് ലഭിക്കാതെ ആയപ്പോൾ അയാൾ വീണ്ടും ആ വൃക്ഷത്തെ മുറിച്ചു മാറ്റാൻ വേണ്ടി ചെന്നു. ആദ്യം പോയ പോലെ തന്നെ മഴവുമായിക്കേട്ടത് പോയി. ആ വഴിയിൽ വെച്ച് വീണ്ടും പിശാച് അതേ രൂപത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, മാറ്റു ചെയ്തു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആ വൃക്ഷത്തെ മുറിച്ചു മാറ്റാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞു, കദബ്ത, നീ കളവാണ് പറയുന്നത്. കാരണം നീ ആദ്യം ഉദ്ദേശിച്ചത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടി അതിനെ മുറിച്ചു മാറ്റാനാണ്. പക്ഷെ ഇപ്പൊ നീ ഇറങ്ങിയിട്ടുള്ളത് നിന്റെ 2 ദീനാറ് കിട്ടാത്തത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് നീ അതിനെ മുറിച്ചു മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ശൈത്താനാണ് എന്ന് അയാൾ പറയുകയും അവന് പിന്നെ ഒരിക്കലും അതിന് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത് ആവുകയും ചെയ്തു. അപ്പോ ഇവിടെ എന്താ വ്യത്യാസം? എന്താണ്? ഒന്നാമത്തേത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ഇബ്ലീസ് അവിടെ ശ്രമിച്ചത് അയാളുടെ നിയ്യത്ത് മാറ്റാനാണ്, അയാളുടെ നിയ്യത്ത് ഇഖ്ലാസ് ഇല്ലാതാക്കാനാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇബ്ലീസ് പരിശ്രമിക്കുന്ന പ്രധാന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മം ഒരേപോലെ ആയിരിക്കും നമ്മൾ ചെയ്യുക, കർമ്മങ്ങൾ ഒരേപോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലെ ഇഖ്ലാസിനെ ഇബ്ലീസ് തെറ്റിച്ചു കളയും. അങ്ങനെ തെറ്റിക്കുമ്പോഴാണ് പിശാചിന് നമ്മുടെ മേലെ സ്വാധീനം ലഭിക്കുക. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവുക, ഏതൊരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ളത്. രണ്ടാമത്തേത് അൽ മുതാബഅതു ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുക എന്നുള്ളത് ഇബ്ലീസിൽ നിന്ന് നമുക്ക് രക്ഷയേകുന്ന കാര്യമാണ്. അത് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞിട്ടുള്ള പോക വരും. അതാണ്. അടുത്ത കാര്യം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുക എന്നതാണ്. സുന്നത്തുകളെ പിൻപറ്റുന്ന ഒരാളെ പിശാചിന് തെറ്റിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിശാചിന് ഒരാളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കാര്യം എന്താണ്? അയാളെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കുക എന്നുള്ളതാണ്. പാപങ്ങളെക്കാൾ കുറ്റമുള്ള, ഗൗരവമുള്ള, ശിക്ഷ കൂടുതൽ ലഭിക്കുന്ന കാര്യമാണ് ബിദ്അത്തുകൾ എന്നുള്ളത്. അപ്പൊ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരായ മാർഗത്തിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് തെറ്റിക്കാൻ സാധിച്ചാൽ അവനെ ഒരു പാപം ചെയ്യുന്നില്ല വിചാരിക്കുക. ഒരു വ്യക്തി, അയാള് വേറെ കള്ളുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, വേറെ ഒന്നും പാപങ്ങളായിട്ട് സാധാരണഗതിയിൽ മനുഷ്യർ കാണുന്ന ഒന്നും ചെയ്യുന്നില്ല വിചാരിക്കുക. എന്നാൽ ദീനിന്റെ പേരിൽ ദീനാണ് എന്ന നിലയ്ക്ക് ബിദ്അത്തുകൾ ചെയ്തു കൂട്ടുന്നുണ്ട് വിചാരിക്കുക. പിശാചിന് അതാണ് പാപം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ഒരാളെ സുന്നത്തിൽ നിന്ന് തെറ്റിച്ച് ബിദ്അത്തിലേക്ക് വീഴ്ത്തുക എന്നുള്ളത് പിശാചിന്റെ പാപം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ പിശാച് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കുണ്ട്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. പാപത്തിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യം ബിദ്അത്താണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. പാപം എന്നുള്ളത് ഒരാൾ തൗബ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിൽ എന്തുണ്ടാവും? ഒരു കുറ്റബോധം, ഒരു വിഷമം അയാളിൽ ഉണ്ടാവും. അങ്ങേയറ്റം പാപത്തിൽ മുഴുകിയ ആളുകൾക്ക് ഇല്ലാതിരിക്കുകയുള്ളൂ. പക്ഷെ അത് ബിദ്അത്ത് സംഭവിച്ചാൽ അയാൾ നന്മയാണെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അയാൾക്കൊരു തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഒരാൾ അകൽച്ച ബാധിക്കുന്ന കാര്യമാണ് ബിദ്അത്ത് ചെയ്യുക, സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പിശാച് അതിന് ശ്രമിക്കും. അപ്പൊ നമുക്ക് രക്ഷയാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
സുന്നത്തിനെ മുറുകെ പിടിക്കണം. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി പറയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ല ഇസ്ദാദ മിനല്ലാഹി അസ്സ വജൽ ബുഅദൻ. ഒരാൾ ബിദ്അത്തിൽ കൂടുതൽ കൂടുതൽ മുഴുകും തോറും അവൻ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. നാലാമത്തെ കാര്യം, പിശാചിന്റെ കെണിയിൽ നിന്ന് ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അൽ ഇഹ്സാനു ഫിൽ ഇബാദത്തി വബിഖാസത്തുസ് സ്വലാഹ്. ഇബാദത്തുകളിൽ ഇഹ്സാൻ ചെയ്യാൻ പരിശ്രമിക്കുക എന്നതാണ്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇബാദത്തും അള്ളാഹുവിനെ കാണുന്നത് പോലെ ചെയ്യാൻ പരിശ്രമിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അത്രത്തോളം ശ്രദ്ധയോടുകൂടി, അത്രത്തോളം ഖുശൂഅോടുകൂടി എല്ലാ ഇബാദത്തുകളും, അതിൽ പ്രത്യേകിച്ച് നിസ്കാരം, അത് വളരെയധികം അള്ളാഹുവിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കും തോറും ആ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിലായി മാറും. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുടെ മേലെ പിശാചിന്റെ സ്വാധീനം ദുർബലമാകും. പിശാചിന് രക്ഷ നേടാൻ ഇബാദത്തുകൾ ഇഹ്സാനോടുകൂടി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ. ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പരാതി പറഞ്ഞു, ശൈത്താൻ എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും ഇടയിൽ പല തൽബീസുകൾ ഉണ്ടാക്കി തരുന്നു, പല ചിന്തകൾ, പല രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താനുൻ യുഖാലു ലഹു ഖിൻസബ്. അത് ഖിൻസബ് എന്ന് പേരുള്ള ഒരു ശൈത്താനാണ്. ഓരോ വിഷയത്തിലും വസ്വാസുകൾ ഉണ്ടാക്കാൻ ഓരോ തരത്തിലുള്ള ശൈത്താനുകളുണ്ട്. വുദൂഇന്റെ വിഷയത്തിലുണ്ട്, അതുപോലെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ഓരോ വിഷയത്തിലുമുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരാളിൽ തൽബീസ് ഉണ്ടാക്കുന്നത്, വസ്വാസ് ഉണ്ടാക്കുന്നത് ഖിൻസബ് എന്ന് പേരുള്ള ശൈത്താനാണ്. ഫൈദാ അഹ്സസ്തഹു ഫതഅവ്വദ് ബില്ലാഹി മിൻഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിസ്കരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും പിശാചിന്റെ വസ്വസകൾ വല്ലാതെ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അതിനെ തൊട്ട് രക്ഷ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന്. വത്ഫുൽ അലാ യസാരിക സലാസൻ. നിന്റെ ഇടത് ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ, ആ രീതിയിൽ 3 തവണ തുപ്പുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വ്യക്തി പിന്നീട് പറയുകയുണ്ടായി, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ വസ്വാസ് എന്നിൽ നിന്ന് ഒഴിവായി കിട്ടി എന്ന് പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു കാര്യം, പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗമാണ് കസറത്തു സുജൂദ്. സുജൂദുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്, അഥവാ നഫ്ലുകളായ നിസ്കാരങ്ങളുമെല്ലാം അധികരിപ്പിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യൻ ഓരോ തവണ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോഴും ഇബ്ലീസിന്, ശൈത്താനിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജ്ദത ഫസജദ ഇഅ്തസല അശ്ശൈത്താനു യബ്കി. ഒരു മനുഷ്യൻ സൂറത്തു സജ്ദ പാരായണം ചെയ്യാണ്, അലിഫ് ലാം മീം സജ്ദ പാരായണം ചെയ്യാണ്. അങ്ങനെ അതിൽ ചില സുജൂദു തിലാവത്തിന്റെ സുജൂദിന്റെ സമയമെത്തി ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ പിശാച് മാറി നിന്ന് കരയാൻ തുടങ്ങും. യഖൂൽ, എന്നിട്ട് പറയും, യാ വൈലി, എന്റെ നാശം. അമറ ഇബ്നു ആദമ ബിസ്സുജൂദ് ഫസജദ. ആദമിന്റെ മകനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തു. ഫലഹു അൽ ജന്ന, അവന് സ്വർഗമുണ്ട്. വ ഉമിർതു ബിസ്സുജൂദി, എന്നോട് കൽപ്പിക്കപ്പെട്ടു സുജൂദിനെ പറ്റി കൊണ്ട്. ഫഅബൈതു ഫലീ ഫിന്നാർ, ഞാൻ എന്ത് ചെയ്തില്ല, സുജൂദ് ചെയ്തില്ല, എനിക്കാണെങ്കിലോ നരകമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ കരയാൻ തുടങ്ങുമെന്നാണ്. അപ്പൊ ധാരാളം സുജൂദുകൾ നിസ്കാരത്തിലും, അതുപോലെയുള്ള സുജൂദുകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത് പിശാചിൽ നിന്ന് സംരക്ഷണമേകാനുള്ള കാര്യമാണ്. പിന്നെ പിശാചിൽ നിന്ന് രക്ഷയാകാനുള്ള ഒരു മാർഗം, പിശാച് നമ്മുടെ തലക്ക് പിന്നിലായിട്ട് കെട്ടിടുന്ന ഒരു സമയമുണ്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ. അതെന്തിനാണ് കെട്ടിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നിസ്കാരത്തിനു വേണ്ടി നാം എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ്. അധിക പണ്ഡിതന്മാരും ഈ ഹദീസിനെ ബുഖാരിയിലും അതുപോലുള്ള ഹദീസ് കിതാബുകളിലെല്ലാം ഈ ഹദീസ്, അവന് പറയാൻ പോകുന്ന ഈ കെട്ടിടുന്ന ഹദീസ് കൊടുത്തിട്ടുള്ളത് രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് ഫജ്ർ നിസ്കാരത്തിന്റേതാണെന്ന് പറഞ്ഞതും കാണാം. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് വന്നിട്ടുള്ളത് എന്നാണ്. എന്താണ് ഹദീസിന്റെ ആശയം? يأخذ الشيطان على قافية رأس أحدكم إذا هو نام 3 عقد. ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ 3 കെട്ടുകൾ ശൈത്താൻ അവന്റെ പിരടിയിലായിട്ട് ഇടും. അങ്ങനെ ഓരോ കെട്ടിലും അവനോട് പറയുന്നുണ്ടാകും, അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്, എനിക്ക് ഇനിയുണ്ട്, രാത്രി കുറെ സമയമുണ്ട്, ഈ ഉറങ്ങിക്കോ
രാത്രി കുറെ സമയമുണ്ട്, ഇനിയും ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, രാത്രി നിസ്കരിക്കാതിരിക്കാൻ, എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ഇസ്തൈഖദ ഫദക്കറല്ലാഹ് ഇൻഹല്ലത് ഉഖദതൻ. അവൻ എഴുന്നേറ്റ് അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിക്ർ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഒരു കെട്ടഴിയും. ഫൈൻ തവവ്വ ഇൻഹല്ലത് ഉഖദതുൻ. അവൻ എഴുന്നേറ്റ് വുദു എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടും അഴിയും. ഫൈൻ സല്ല ഇൻഹല്ലത് ഉഖദഹു കുല്ലുഹാ. അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ 3 കെട്ടുകളും ഒഴിവാകും. അപ്പൊ രാത്രി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് പിശാചിന്റെ ഈ കെണിയിൽ നിന്ന് അവനെ മടിയനാക്കുന്ന, ഇത് ഇങ്ങനെ എഴുന്നേറ്റ് കൊണ്ട് രാത്രി നിസ്കരിക്കുന്ന ആൾക്ക് ആ ദിവസം ഉന്മേഷവാനായിരിക്കും, അല്ലാത്തവർക്ക് മടി പിടിച്ച അലസമായിട്ടുള്ള ഒരു ഖബീസ് നഫ്സായിട്ടായിരിക്കും അവന്റെ ജീവിതം ഉണ്ടാവുക, അവന്റെ ആ ദിവസം ഉണ്ടാവുക. അപ്പൊ പിശാചിന്റെ ആ കെട്ട് തകർക്കാൻ ഒന്ന് രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക, ദിക്റുകൾ ഏതെങ്കിലും ഒരു ദിക്റ് ചൊല്ലുക, വുളു എടുക്കുക, രാത്രി നിസ്കരിക്കുക, പിശാചിന്റെ കെണിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന കാര്യമാണ്. 6ാമത്തെ ഒരു കാര്യം തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അഥവാ അള്ളാഹു തആലയുടെ കൽപ്പനകൾ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വയുടെ ഏറ്റവും ചെറിയ തഅരീഫ്, ഏറ്റവും ചെറിയ വിശദീകരണം. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്ന ഒരാളാണ്, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുന്ന ഒരാളാണ് എങ്കിൽ അവൻ തഖ്വയുള്ളവനാണ്. അങ്ങനെ തഖ്വ കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ മറ്റൊരാൾക്കും, പിശാചിനോ മറ്റൊരാളുടെ കെണിയിലും അയാളെ തോൽപ്പിക്കാനോ വീഴ്ത്താനോ സാധിക്കുകയില്ല. സൂറത്ത് ആലി ഇംറാനിലെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുക്കും കൈദുഹും ഷൈആ. നിങ്ങൾ ക്ഷമയുള്ളവരും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരുമാണ് എങ്കിൽ ഒരാളുടെ തന്ത്രവും നിങ്ങൾക്കൊന്നും ദോഷം വരുത്തൂല, ഒരാൾക്കും നിങ്ങളെ അയാളുടെ കെണിയിൽപ്പെടുത്തി അകപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും. അടുത്തത് അൽ-ഇസ്തിആദതു ബില്ലാഹി മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശൈത്താനിൽ നിന്ന് ഇസ്തിആദ, രക്ഷ തേടുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണം നമുക്ക് കാണാം. നമ്മുടെ ശത്രുവായിട്ടുള്ള പിശാചിനെ, ശൈത്താനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്തൊരു വലയം നമുക്ക് ചുറ്റും വേണം. ഇപ്പൊ ഒരു ശത്രു, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഭൗതികമായിട്ടുള്ള നമുക്കൊരു ശത്രു ഉണ്ട് എങ്കിൽ അവൻ ആക്രമിക്കാൻ വരുന്ന വഴികൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വഴികളിലെല്ലാം തടസ്സം വെക്കാൻ നമ്മൾ നോക്കും. ഇപ്പൊ നമ്മുടെ വീടുകളിൽ, ചില ആളുകൾ വീടിന് ചുറ്റും കറണ്ട് വെച്ചിട്ട് ഷോക്ക് വെക്കുന്ന കമ്പികൾ വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുപ്പിച്ചിലുകളും ആണികളും വെക്കുന്നവരുണ്ട്, CCTVകൾ വെക്കുന്നവരുണ്ട്. എന്താണ്? അവന്റെ സ്വത്തോ അല്ലെങ്കിൽ അവന്റെ ജീവനോ അപഹരിക്കാൻ വരുന്ന കള്ളന്മാരെയും അക്രമികളെയും മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും അവരിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ആണല്ലോ. എന്നാൽ അതിനേക്കാൾ നമുക്ക് കൊല്ലപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ദീനാണ്. അപ്പൊ ആ ദീനെടുക്കാൻ വരുന്ന ശത്രുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിലുള്ള മാർഗം എന്താണ്? ആ കാണാൻ പറ്റാത്ത ശത്രുവിൽ നിന്ന് കാണാൻ പറ്റാത്ത നിലക്കുള്ള ഒരു സംരക്ഷണ കവചം നമുക്കുണ്ടായിരിക്കണം. അതാണ് അള്ളാഹുവിനോട് ഇബ്ലീസിൽ നിന്ന്, അല്ലെങ്കിൽ ശൈത്താനിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ള, മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശൈത്താനിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണമെന്ന്. സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഇമ്മാ യൻസിഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. പിശാചിൽ നിന്ന് എന്തെങ്കിലുമുള്ള ഒരു ദുർമന്ത്രണം നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ അവനെ തൊട്ട് രക്ഷ തേടുക. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, റബ്ബിൽ ഫലഖ് എന്നീ തുടങ്ങിയ സൂറത്തുകൾ, അതിൽ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറയുന്നത് ശൈത്താനെയാണ്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിൽ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ, പിശാചിന്റെ ഈ ഒരു തരത്തിലുള്ള വസ്വാസുകൾ, ഹമസാത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ദുർമന്ത്രണം, അതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അവർ എന്റെ ചുറ്റുമായിട്ട്
സന്നിഹിതരാകുന്നതിനെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതെല്ലാം സന്ദർഭത്തിലാണ് നാം പിശാചിൽ നിന്ന് രക്ഷ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? എപ്പോഴെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് കുറച്ച് പറയുന്നത് ഈ ഇസ്തിആദത്തിന്റെ കീഴിലായിട്ട്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസ്സലാ, നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ വസ്വസുമായിട്ട് പിശാച് വരികയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ഇടത് ഭാഗത്തേക്കായിട്ട് ചെറിയ രീതിയിൽ തുപ്പലം വളരെ ചെറിയ രീതിയിൽ തെറിപ്പിച്ച് അതിനാണ് ഉത്ഫുൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ 3 തവണ ചെയ്യുന്നത് പിശാചിന്റെ ആ വസ്വസ് ഒഴിവാക്കാൻ കാരണമാകുന്ന കാര്യമാണ്. മറ്റൊരിക്കൽ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു അക്ബർ കബീറൻ സലാസൻ, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ കബീറൻ എന്ന് പറഞ്ഞു. വൽഹംദുലില്ലാഹി കസീറൻ എന്ന് പറഞ്ഞു, അത് 3 തവണ. വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലൻ, അത് 3 തവണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി മിൻ നഫ്ഖിഹി വനഫ്സിഹി വഹംസിഹി, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ദുർമന്ത്രണത്തിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് നിസ്കാരത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതായിട്ടും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ ചില. രണ്ടാമത്തെ ഒരു സന്ദർഭം ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ. ഖുർആൻ എപ്പോഴാണോ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആൻ നീ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നീ പിശാചിൽ നിന്ന് രക്ഷ നേടുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ എവിടുന്ന് ഓതുകയാണെങ്കിലും, തുടക്കത്തിലാവട്ടെ ഇടയിലാവട്ടെ, എപ്പോഴാണ് നമ്മൾ ഓതാൻ തുടങ്ങുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. എന്നാൽ ബസ്മലയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ പറയേണ്ടതുള്ളൂ. തൗബ ഒഴികെയുള്ള സൂറത്തുകളുടെ ആരംഭത്തിലാണ് നമ്മൾ പറയേണ്ടതുള്ളൂ. അടുത്തത് ഇൻദ ദുഖൂലിൽ ഖലാഇ, മലമൂത്ര വിസർജനത്തിനുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അറാദ അയ്യദ്ഖുലുൽ ഖലാഅ, ആരെങ്കിലും മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ദുആ ചെയ്യണം. ഖുബ്സ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളായ പിശാചുക്കൾ, ഖബായിസ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളായിട്ടുള്ള പിശാചുക്കൾ, അതിൽ നിന്ന് രക്ഷ നേടാൻ പറഞ്ഞു. മറ്റൊരു സന്ദർഭം ഇൻദൽ ഗളബ്, കോപം വരുന്ന സന്ദർഭത്തിൽ. ഒരാൾക്ക് ദേഷ്യം വരികയാണെന്ന് വിചാരിക്കാം, നമുക്ക് ദേഷ്യം വരികയാണെന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇബ്ലീസിൽ നിന്ന്, ശൈത്താനിൽ നിന്ന് രക്ഷ നേടണം. കാരണം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിൽ, ശൈത്താനിന് ഒരാളുടെ മേലെ ഏറ്റവും അധികാരം ചെലുത്താൻ പറ്റുന്ന, സലഫുകൾ പറയാറുള്ളത്, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ദേഷ്യം വരുന്ന സമയത്ത് അവൻ പിശാചിന്റെ കയ്യിൽ. അവനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ആക്കാം. അവൻ ചിലപ്പോൾ ഒരാളെ കൊന്നു വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു വരും. ഒക്കെ ഇബ്ലീസ് ആ സമയത്ത് ഉണ്ടാകുന്ന വസ്വാസുകൾ അവന് നിയന്ത്രിക്കാൻ പറ്റാതെ പോകും. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? പിശാചിൽ നിന്ന് രക്ഷ നേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ ഒരിക്കൽ 2 ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അവരിങ്ങനെ വഴക്കൂടുന്ന സന്ദർഭത്തിൽ ഒരാൾ മറ്റേ ആളെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്ന സന്ദർഭത്തിൽ ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഉഅല്ലിമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പഠിപ്പിച്ചു തരാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള ഈ അവസ്ഥ, ഈ കോപം അത് ഒഴിവായി കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുത്തു. മറ്റൊരു സന്ദർഭം പിശാചിൽ നിന്ന് രക്ഷ തേടേണ്ടത് ഫിസ്സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമുക്ക് സ്ഥിരപ്പെട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം ദുആകളും ദിക്റുകളും ഫജ്റിന് ശേഷമുള്ള സമയത്തും അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പുള്ള ആ സമയത്തും ചൊല്ലാനായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ്
ആകാശവും ഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനെ, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, റബ്ബ് കുല്ലി ശൈഇൻ വ മലകീഹ്, എല്ലാത്തിന്റെയും റബ്ബും രാജാവുമായിട്ടുള്ളവനെ, അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി വശിർകിഹി, ഞാൻ എന്റെ നഫ്സിന്റെ ഷർറിൽ നിന്നും പിശാചിന്റെ ഷർറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദുആന്റെ ഭാഗത്തിലുള്ളതാണ്. അപ്പൊ അത് ചൊല്ലണം, രക്ഷ തേടേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മുഅവ്വിദതൈൻ, ഖുൽ റബ്ബിൽ ഫലഖ് വന്നാസ് എന്നീ സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്താണ് യഥാർത്ഥത്തിൽ? ഖുൽ റബ്ബിൻ നാസ് എന്നുള്ളതും ഖുൽ റബ്ബിൽ ഫലഖ് എന്നുള്ള ആ സൂറത്തുകൾ ഇറങ്ങിയതിന് എന്തിനാണ്? പിശാചിന്റെ മാരകമായിട്ടുള്ള കെണികളിൽ നിന്നും ഉപദ്രവങ്ങളിൽ രക്ഷപ്പെടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 സൂറത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റു പല ദുആകൾ കൊണ്ട് രക്ഷ തേടാറുണ്ടായിരുന്നു. പക്ഷെ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം, ഈ 2 സൂറത്തുകൾ ഇറങ്ങിയതിനു ശേഷം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ നേടിയിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ വന്നിട്ടുള്ള ഈ ദുആ ചൊല്ലാം. അതുപോലെ തന്നെ ഈ ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത റിവായത്തിൽ ഇത്ര കൂടി പറഞ്ഞു: ഖുൽഹാ ഇദാ അസ്ബഹ്ത വഇദാ അംസൈത വഇദാ അഖദ്ത മൽജഅക, രാവിലെയും വൈകുന്നേരവും മാത്രമല്ല, നീ കിടക്കാൻ പോകുന്ന സമയത്തും ഈ ദുആ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ചൊല്ലാം. മറ്റൊരു സന്ദർഭം ഇൻദ നുസൂലിൽ മൻസിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവുകയാണ്, അപ്പൊ അതിനിടയിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ നാട്ടിൽ എത്തിച്ചേരുമ്പോഴോ അവിടെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ചൊല്ലാൻ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആയിലും വന്നിട്ടുള്ളത് രക്ഷ തേടലാണ്. അതിൽ ആരും ഉൾക്കൊണ്ടിട്ടുണ്ട്? ശൈത്താന്റെ ഷർറും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്താണ് ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ നസല മൻസിലൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഇറങ്ങുകയാണ്, ثم قال, എന്നിട്ട് പറയുന്നു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഷർറിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോ ആരുൾക്കൊണ്ടു? അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആരുൾക്കൊണ്ടു? ശൈത്താൻ ഉൾക്കൊണ്ടു. ലം യദുർറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ സ്ഥലത്ത് നിന്ന് അവൻ പിന്നെ തിരിച്ചു പോകുന്നത് വരെ അവനെ ഒന്നും തന്നെ ദോഷം ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ, ആ യാത്രയിൽ ഇടയിൽ ഇറങ്ങുമ്പോൾ, വേറെ സ്ഥലത്ത് എത്തി ഇറങ്ങുമ്പോഴെല്ലാം ഈ ദുആ നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ പറഞ്ഞിട്ടുള്ള 2 സന്ദർഭങ്ങളാണ്. കഴുതയുടെ കരച്ചിലോ നായ കുരക്കുന്നതോ കേട്ടാൽ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഴുത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ വളരെയധികം കാണുന്ന ഒരു ജീവിയല്ല. പക്ഷെ നായ്ക്കളുടെ കുര നമുക്ക് ധാരാളം കേൾക്കുന്ന, നമ്മുടെ നാടുകളിൽ ധാരാളം ഉണ്ടാകുന്നതാണ്. ഹദീസിൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ സമിഅ്തുമു സിയാഹ അദ്ദീകതി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, കോഴി കൂകുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഔദാര്യത്തെ നിങ്ങൾ ചോദിക്കണം. അപ്പൊ കോഴി കൂകുന്നത് കേട്ട് കഴിഞ്ഞാൽ അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറയണം. അതേ കാരണം ഫഇന്നഹാ റഅത് മലക്കൻ, കാരണം അത് മലക്കിനെ കണ്ടിട്ടാണ് അത് കൂകുന്നത്. വഇദാ സമിഅ്തും നഹീഖൽ ഹിമാരി ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ ഫഇന്നഹു റആ ശൈത്താനൻ, കഴുതയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പിശാചിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുക, കാരണം അത് പിശാചിനെ കണ്ടിട്ടാണ് ആ കഴുത കരയുന്നത്. മറ്റൊരു റിവായത്തിൽ ഇദാ സമിഅ്തും നബാഹൽ കിലാബി വനഹീഖൽ ഹമീരി മിനൽ ലൈൽ ഫതഅവ്വദു ബില്ലാഹി ഫഇന്നഹാ തറാ മാ ലാ തറൗൻ, രാത്രിയിൽ കഴുതയുടെ കരച്ചിലോ നായ്ക്കൾ കുരക്കുന്നതോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിശാചിൽ നിന്ന് രക്ഷ തേടുക. ഫതഅവ്വദു ബില്ലാഹി, അള്ളാഹുവിനോട് രക്ഷ തേടുക. പിശാചിൽ നിന്ന് വന്നിട്ടില്ല, അള്ളാഹുവിനോട് രക്ഷ തേടുക, അഊദു ബില്ലാഹ് എന്ന് പറയുക. കാരണം നിങ്ങൾ കാണാത്തത് അവ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഹദീസിൽ ശൈത്താനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെന്ത് ചെയ്യാം? അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന് ഇൻദ തശ്കീക് ഫിൽ അഖീദ, നമ്മുടെ വിശ്വാസത്തിൽ ഈമാനിൽ സംശയമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിശാചിൽ നിന്ന് രക്ഷ നേടണം.
കഴിഞ്ഞ ദർസിലും സൂചിപ്പിച്ച ഒരു ഹദീസാണ് ശൈത്താനു അഹദക്കും ഫയഖൂൽ, ശൈത്താൻ നിങ്ങളുടെ ഓരോ ആളുകളുടെ അടുത്തേക്ക് വരും, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, മൻ ഖലഖ കദ, ഇതാരാണ് സൃഷ്ടിച്ചിട്ടുണ്ടാവുക, മൻ ഖലഖ കദ, ഇതാരായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അവസാനം ചോദിക്കും, ഹത്താ യഖൂല മൻ ഖലഖ റബ്ബക്, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്. ഈ നിരീശ്വരവാദത്തിന്റെയും മുൽഹിദീങ്ങളുടെയും എല്ലാം ചിന്ത ഓരോന്ന് ഇങ്ങനെ സംശയത്തിലാക്കിയിട്ട് അവസാനം നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചു ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം എത്തിക്കഴിഞ്ഞാൽ ഫഇദാ ബലഗഹു ഫല്യസ്തഇദ് ബില്ലാഹി വല്യൻതഹ്, അവൻ അള്ളാഹുവിനോട് രക്ഷ തേടുകയും ആ ചിന്ത അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ സന്ദർഭങ്ങളൊക്കെ എന്താണ്? പിശാചിൽ നിന്ന്, ശൈത്താനിൽ നിന്ന് ഇസ്തിആദ, രക്ഷ നേടേണ്ട സമയങ്ങളാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ സത്യത്തില് ഇതുപോലെ സന്ദർഭത്തില് നമ്മൾ ചൊല്ലുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവുന്നത്. ഇതില്ല എങ്കിൽ പിശാചിന്റെ പല കെണികളിൽ നമ്മൾ അകപ്പെടും. നമ്മൾ മനസ്സിലാവൂല, നമുക്കറിയില്ല, കാരണം നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇതുണ്ടെങ്കിൽ കൃത്യമായ ഒരു സംരക്ഷണം നമുക്ക് ചുറ്റും ഉണ്ടാകും. മറ്റൊരു സമയം രക്ഷ തേടേണ്ടത് ഇൻദൽ ജിമാ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദകും അറാദ അൻ യഅതി അഹ്ലഹു, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ എത്തുന്ന സന്ദർഭത്തിൽ ഖാല, പറയട്ടെ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹു പിശാചിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ, അതുപോലെ ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളിൽ അവനെ തൊട്ടും പിശാചിനെ അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഫഇന്നഹു അയുഖദ്ദിറ ബൈനഹുമാ വലദുൻ ഫീ ദാലിക്, അങ്ങനെ ആ ഒരു ജിമാഇൽ അവർക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ലം യദുർറഹു ശൈത്താനുൻ അബദാ, ആ കുട്ടിയെ പിശാച് ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ രക്ഷ തേടേണ്ട സമയമാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ദുആ പറഞ്ഞു, അതുപോലെ മുഅവ്വിദതൈൻ, ഖുൽ റബ്ബിൽ ഫലഖ്, നാസ് എന്നീ സൂറത്തുകൾ ഓതുക. ഇതൊക്കെ എന്താണ്? പിശാചിൽ നിന്ന് രക്ഷ നേടലാണ്. മറ്റൊരു സന്ദർഭമുള്ളത് ചീത്ത സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മോശപ്പെട്ടതോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ റആ റുഅയൻ ഫകരിഹ മിൻഹാ ഷൈഅൻ ഫൽയൻഫുത് അൻ യസാരിഹി വലിയതഅവദ് ബില്ലാഹി മിനശ് ശൈത്താൻ, ആരെങ്കിലും അവൻ വെറുക്കുന്ന, അവന് ഭയമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അവനവന്റെ ഇടതു ഭാഗത്തേക്ക് 3 തവണ, നിസ്കാരത്തെ പോലെ തന്നെ 3 തവണ ചെറിയ ഉമിനീർ തെറിക്കുന്ന രീതിയിൽ തുപ്പുകയും അവൻ പിശാചിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സന്ദർഭങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് രക്ഷ നേടാൻ പഠിപ്പിച്ചിട്ടുള്ള സമയങ്ങളാണ്. ഇത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണത്തിന് കാരണമാകുന്ന കാര്യവുമാണ്. അടുത്തത് ഇസ്തിആദ കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത വിഷയം പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള വേറൊരു കാരണം ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംരക്ഷണ കവചമേകുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മൾ നടത്തുക എന്നുള്ളത് പിശാചിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉപമ കാണാം, വആമുറുക്കും ബിദിക്രില്ലാഹി കസീറൻ. ഈ ഹദീസിന്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് ബനൂ ഇസ്രായേലുകളോട് കൽപ്പിക്കാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 5ാമത്തെ കാര്യമായിട്ടാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അതിൽ യഹ്യാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് ധാരാളം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട്. വമസലു ദാലിക്, അതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, കമസലു റജുലിൻ തലബഹു അൽ അദുവു സിറാഅൻ ഫി അഥരിഹി, ഒരു വ്യക്തിയെ ശത്രുക്കൾ പെട്ടെന്ന് ഓടിച്ച് പിടിക്കാൻ വേണ്ടി പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫഅതാ ഹിസ്നൻ ഹസീനൻ, അങ്ങനെ അവനൊരു കോട്ടയുടെ അടുക്കലെത്തി. ശത്രുക്കൾ പിന്നാലെ പിടിക്കാൻ വരുന്നുണ്ട്, അവനൊരു കോട്ടയുടെ മുമ്പിലെത്തി. ഫഹ്റസ നഫ്സഹു ഫീഹി, അവൻ ആ കോട്ടക്കകത്ത് കയറിയിട്ട് അവന്റെ സ്വന്തത്തെ സംരക്ഷിച്ചു. ശത്രുക്കൾക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ആ കോട്ടക്കകത്ത് അവൻ സുരക്ഷിതനായി. എന്നിട്ട് പറയാണ്, വഇന്നൽ അബ്ദ അഹ്സന മാ യകൂനു മിനശ് ശൈത്താൻ ഇദാ കാന ഫീ ദിക്രില്ലാഹ്, ഒരു അടിമ എത്രത്തോളമാണോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനെ ദിക്റിലാകുന്നത്, അവൻ ആ പിശാചിൽ നിന്ന് ഒരു കോട്ടക്കകത്തായിരിക്കും, ഒരു സംരക്ഷണത്തിനകത്തായിരിക്കും.
അപ്പൊ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവ് വരുന്നുണ്ടെങ്കിലും മറ്റുള്ള സംശയങ്ങൾ വരുന്നുണ്ടെങ്കിലും മറ്റുള്ള വസ്വാസുകൾ വരുന്നുണ്ടെങ്കിലും ഒക്കെ അതിന്റെ പിന്നിൽ ശൈത്താനിന്റെ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴിയാണ് നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കുകയുള്ളൂ. ഇനി അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്മരിക്കുന്നതിന് പിശാചിൽ നിന്ന് പ്രത്യേകം രക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞെന്താ? പിശാചിൽ നിന്ന് രക്ഷ നേടുന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ ബിസ്മില്ല എന്ന് പറയുന്നതിന് തന്നെ പിശാചിൽ നിന്ന് പലതരത്തിൽ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ഒരു ഹദീസ് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരാൾ വീട്ടിലേക്ക് കയറുകയാണ്. ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, ആ കയറുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർത്തു ദിക്ർ ചെയ്തു, അഥവാ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. വഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അവൻ എന്ത് പറഞ്ഞു? ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഖാല ശൈത്താൻ പറയും, ലാ മബീത ലക്കും വലാ അശാ, നിനക്ക് ഇവിടെ എന്തില്ല? താമസമില്ല, നിനക്ക് ഭക്ഷണവും ഇല്ല എന്ന് പറയും. ഒരു ശൈത്താനോട് മറ്റേ ശൈത്താൻ പറയും. വഇദാ ദഖല ഫലം യദ്കുരില്ലാ ഇൻദ ദുഖൂലിഹി, അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്തില്ല. ഖാല ശൈത്താൻ പറയും, അദ്റക്തുമുൽ മബീത്, നിനക്ക് ഇവിടെ താമസമുണ്ട്. മറ്റു ശൈത്താനോട് പറയും. വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഖാല അദ്റക്തും അൽ മബീത വൽ അശാ, അവൻ പറയും, നിനക്കിന്ന് രാത്രി ഇവിടെ കിടക്കുകയും ചെയ്യാം, അവന്റെ ഒപ്പം താമസമുണ്ട്, അവന്റെ ഭക്ഷണവുമുണ്ട് എന്ന് പറയും. അപ്പൊ ബിസ്മില്ലാ എന്ന് പറയുന്നതിന്റെ ഫضലാണ്. വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം. നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ പിശാചുകൾ പരസ്പരം പറയും, അവനെ ഒന്നും ചെയ്യാൻ പറ്റൂല, അവന്റെ മേലെ ഇനിയൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ നിരാശരായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് പൊതുവായിട്ട് നമുക്കൊരു സംരക്ഷണമാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ഊരുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ മുമ്പ് ബിസ്മില്ല എന്ന് പറയൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നമുക്ക് രക്ഷയേക്കുന്നതാണ്. വസ്ത്രം അഴിക്കുമ്പോൾ നമുക്കത് രക്ഷയേക്കുന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ബിസ്മില്ല എന്ന് പറയൽ പിശാചിന്റെ ഈ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണമേകുന്ന കാര്യമാണ്. പൊതുവായിട്ട് അള്ളാഹുവിന്റെ ദിക്റുണ്ട്, പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ സന്ദർഭങ്ങളും. അടുത്ത ഒന്ന്, പിശാചിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. സത്യത്തിൽ പിശാചിന് അറപ്പായിരിക്കും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ അടുക്കിലേക്ക് വരാൻ. ഒരാൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ അടുക്കിലേക്ക് വരാൻ തന്നെ പിശാചിന് എന്തായിരിക്കും? ഒരു തരത്തിലുള്ള അറപ്പായിരിക്കും. നമുക്കിപ്പോ ഒരു മ്ലേച്ഛമായ കാര്യത്തിനോട് എങ്ങനെയാണോ അറപ്പുണ്ടാവുക, അതുപോലെ അറപ്പും ഭയവുമായിരിക്കും. കാരണം അറപ്പ് ഉദ്ദേശിച്ചത് സാധിക്കൂല, അത്രയും അകന്നു പോകുന്ന ഒരു കാര്യമാണ് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. കാരണം പിശാചിന് അവരിൽ നിന്ന് അകലുകയല്ലാതെ വേറൊരു വഴി ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ, ലാ തജ്അലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ എന്താക്കരുത്? ഖബർസ്ഥാനുകളാക്കരുത്, അത് മഖബറകളാക്കി മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ഏതൊരു വീട്ടിലാണോ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത്, തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഏതൊരു വീട്ടിലാണോ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് പിശാച് ഓടി അകലുന്നതാണ്. പിശാചിന് അവിടെ നിൽക്കാൻ പറ്റൂല, പിശാച് അവിടുന്ന് ഓടി അകലുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ വീട്ടിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ വീട്ടില് മസ്ജിദുകളിൽ മാത്രമല്ല, പുരുഷന്മാര് വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ, അതുപോലെ സൂറത്തു സാഫാത്ത്, അതുപോലെ മറ്റു ചില സൂറത്തുകൾ, ഇതിനൊക്കെ പ്രത്യേകം പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷയേകാൻ ആയത്തുൽ കുർസി, ആമിനുർ റസൂൽ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഇപ്പൊ ആമിനുർ റസൂൽ പാരായണം ചെയ്യുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? മൻ ഖറഅ ബിൽ ആയതൈനിൽ അഖീറതൈനി മിൻ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹ്, ആരാണോ രാത്രിയിൽ ആമന റസൂൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നത്, അവൻ ആ രാത്രി അത് മതിയായതാണ്. അപ്പോ ഇങ്ങനെ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരിക്കണം. അതിലേറ്റവും പ്രത്യേകമായിട്ടുള്ളതാണ് ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ
ആയത്താണത്. ആ ആയത്ത് എങ്ങനെയാണ് സംരക്ഷണമേകുന്ന പിശാചിന് രക്ഷയേകുന്ന ആയത്താണ് എന്നറിഞ്ഞത്? ആ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഹദീസ് കുറച്ച് ദൈർഘ്യമേറിയതാണ്. അതിന്റെ ആശയം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തിന്റെ വസ്തുക്കൾ, ഈന്തപ്പഴവും അതുപോലെ സകാത്തായി ലഭിച്ച വസ്തുക്കൾ അതിന്റെ മസ്ജിദിൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കാവൽ നിൽക്കാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു? അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരാൾ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കട്ടെടുത്ത്, ഈന്തപ്പഴമോ മറ്റോ കട്ടെടുത്ത് എടുത്തു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ പിടിച്ചു, തടവിലാക്കി. അപ്പോ ആ വന്ന ആള് പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, കുടുംബത്തിൽ ആളുകൾ പട്ടിണിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതായത് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അവനെ വിട്ടയച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് റസൂൽ ചോദിച്ചു, ഇന്നലത്തെ നീ പിടിച്ചവൻ എന്താ പറഞ്ഞു ചോദിച്ചു. പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു, കളവാണ് പറഞ്ഞത് പറഞ്ഞു. പിന്നെ പിറ്റേന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇനി വന്നാൽ ഞാൻ എന്തായാലും പിടിക്കും. അപ്പൊ പിറ്റേന്നും അവനെ പിടിച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പാടായതുകൊണ്ടാണ്, ദാരിദ്ര്യം ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവം തോന്നിട്ട് അപ്പോഴും വിട്ടയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്നും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കള്ളനാണ്, പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തായാലും ഇന്ന് ഞാൻ പിടിക്കും അവനെ, ഇനി ഒരിക്കലും അവനെ വിട്ടുവയ്ക്കുന്നില്ല പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസം പിടിച്ചപ്പോ അയാൾ പല ന്യായങ്ങൾ പറഞ്ഞപ്പോ വിട്ടയക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാ ഞാൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, അത് പഠിപ്പിച്ചാൽ ഒരിക്കലും നിന്നെ പിശാചിന്റെ ഉപദ്രവങ്ങൾ നിന്നെ ബാധിക്കുകയില്ല, അത് നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് പഠിപ്പിച്ചു, നീ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാചുക്കൾ നിന്നെ ഉപദ്രവിക്കുകയില്ല, അടുക്കുക തന്നെ ഇല്ല. ലാ യഖ്രിബന്നക ശൈത്താൻ ഹത്താ തുസ്ബിഹ, രാവിലെ ആകുന്നവരെ അടുക്കുക തന്നെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടയച്ചു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആള് കള്ളനാണ്. അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബുൻ, അവൻ കള്ളനാണ്, പക്ഷെ ആ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് പറഞ്ഞു, ആരാണ് ഈ 3 ദിവസവും നിന്റെ അടുക്കലേക്ക് വന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ദാക ശൈത്താൻ, അത് ശൈത്താനെന്ന് പറഞ്ഞു. ശൈത്താൻ പഠിപ്പിച്ചുകൊണ്ടല്ല ആയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് സത്യപ്പെടുത്തിയോണ്ടാണ്, ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം നമുക്ക് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷയേകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അതല്ലാത്ത നിസ്കാരത്തിന് ശേഷവും അതല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം ഉപകരിക്കുന്നതാണ്. പൊതുവെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് പിശാചിനെ അകറ്റുന്നതാണ്. അതിൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ സാഫാത്ത്, അതുപോലെ ആയത്തുൽ കുർസി, ആമന റസൂൽ, മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫാത്തിഹ, ഇതിനെല്ലാം പ്രത്യേകം ഫദ്ലുകളുള്ള സൂറത്തുകളാണ്. അടുത്തത് പിശാചിന്റെ ഷർറിൽ നിന്ന് അവന് നമ്മുടെ മേലെയുള്ള സ്വാധീനത്തിൽ നിന്ന്, അവന്റെ കെണികളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗം അൽ വുദൂഉ ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് വുദൂ എടുക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതിലൊന്നും ഒരാൾക്ക് അടങ്ങുന്നില്ല എങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ വുദൂ എടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിൽ നിന്നുള്ളതാണ്, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനൻ നാർ, ശൈത്താൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീയിൽ നിന്നാണ്. വഇന്നമാ തുത്ഫഉ നാറു ബിൽ മാ, തീനെ കെടുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്. വെള്ളം ഒഴിച്ചിട്ടേ തീനെ കെടുത്താൻ പറ്റുള്ളൂ. ഫഇദാ ഗളിബ അഹദുകും ഫലിയതവദ്ദ, നിങ്ങളിൽ ആരെങ്കിലും കോപിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യട്ടെ? അവൻ വുദൂ എടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കോപം എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ട് പിശാചിന് ഒരാളുടെ മേലെ കൺട്രോൾ ലഭിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ മേലെ പിശാചിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന 2 സന്ദർഭം, ഒന്ന് കോപിക്കുമ്പോ, ഒന്ന് ശഹ്വത്ത് അധികരിക്കുമ്പോ. ഇതിൽ തന്നെ ഉലമാക്കൾ പറയുന്നത്, ശഹ്വത്ത് അധികരിക്കുന്ന ആളുകൾക്ക് അതിൽ വീഴ്ത്താൻ പറ്റും പിശാചിന്, പക്ഷെ അവന് കോപം വന്നോളുന്നില്ല. പക്ഷെ കോപിക്കുന്ന ആളുകൾക്ക് കോപവും നിയന്ത്രിക്കാൻ പറ്റൂല, ശഹ്വത്തും നിയന്ത്രിക്കാൻ പറ്റൂല. രണ്ടും ഒരുമിച്ചുണ്ടാകുന്ന, കാരണം അവന്റെ നെഫ്സിന്റെ മേലെ തീരെ കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ കോപം വരുന്ന സമയങ്ങളിൽ പിശാചിന് രക്ഷ നേടണം, വുദൂ എടുക്കണം. അതല്ലെങ്കിൽ വലിയ ഖേദം ഉണ്ടാവുക. കോപം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ തുടക്കത്തിൽ ഒരാവേശവും അവസാനത്തിൽ എന്തായിരിക്കും? ഖേദവുമായിരിക്കും ഉണ്ടാവുക. ദേഹച്ച, ഹറാമായ വ്യഭിചാരം, അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട പാപങ്ങളോടുള്ള താല്പര്യം. വാക്കുകൾ മനസ്സിലാവണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അങ്ങനെ പറയുമ്പോ അറബിയിൽ പറയുന്നു.
അടുത്തത് അത്തൗബതു വൽ ഇസ്തിഗ്ഫാർ, തൗബയും ഇസ്തിഗ്ഫാറും, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങലും അതുപോലെ തന്നെ പാപമോചനം തേടുകയും ചെയ്യുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു പാപത്തിൽ അകപ്പെടാതെ മനുഷ്യൻ ഉണ്ടാവൂല. കാരണം മനുഷ്യന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്താ? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടാണ്, മഗ്ഫിറത്ത് ചോദിച്ചിട്ടാണ്. ആദനബി അലൈഹി ഇസ്ലാമും ഹവ്വാബിയും ആദ്യം അള്ളാഹുവിനോട് പറഞ്ഞ വാക്കുകൾ, ദുആ ചെയ്ത് പ്രാർത്ഥിച്ച വാക്കുകൾ എന്താണ്? റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ എന്ത് ചെയ്തു? ദുൽമ ചെയ്തു പോയി. നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളോട് കാരുണ്യം ചൊരിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പൊ മനുഷ്യന് ഇസ്തിഗ്ഫാറും തൗബയും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എത്ര വലിയ സ്വാലിഹാണെങ്കിലും, എത്ര വലിയ സ്വാലിഹായ വ്യക്തിയാണെങ്കിലും, എത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിലും തൗബക്കും ഇസ്തിഗ്ഫാറിനും അവൻ എല്ലാ തരത്തിലും ആവശ്യക്കാരനായിട്ടുള്ള ആളായിരിക്കും. സമയവും അതിലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹു തആല തൗബ സ്വീകരിക്കാൻ തയ്യാറുമാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിന്റെ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ പിശാചിന്റെ പ്രേരണ കൊണ്ടോ അബദ്ധങ്ങളോ പാവങ്ങളോ സംഭവിച്ചു പോയാൽ നിരാശരാവുകയല്ല വേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പറ്റിപ്പോയ പാപത്തെ ഇഅ്തിറാഫ് ചെയ്യണം. ഇഅ്തിറാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ അത് ഏറ്റുപറയണം, അംഗീകരിക്കണം, എനിക്ക് പറ്റിപ്പോയി. രണ്ടാമത്തേത് അത് അവസാനിപ്പിക്കണം, അതിൽ ഖേദമുണ്ടാകണം. എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തണം. ഇത് പിശാചിനെതിരെ അള്ളാഹു ആദം സന്തതികൾക്ക് നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ആയുധമാണ്. സൽഫുകൾ പറയാറുണ്ട്, നിന്നെ പിശാച് പാപം കൊണ്ട് ദുഃഖിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പാപം ചെയ്യിപ്പിക്കാനുള്ള പ്രേരണ കൊണ്ട് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നീ ദുഃഖിപ്പിക്കേണ്ടത് തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന ഖാല, ശൈത്താൻ അല്ലാഹുവിനോട് പറഞ്ഞു, വഇസ്സതിക യാ റബ്ബ് ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. ശൈത്താൻ പറയാണ്, റബ്ബേ, നിന്റെ ഇസ്സത്ത് തന്നെയാണ്, അവരുടെ റൂഹ് അവരുടെ ശരീരത്തിലുള്ള കാലത്തോളം ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടേയിരിക്കും. ഫഖാല റബ്ബ്, അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും മഹത്വവും തന്നെയാണ്, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫിറൂനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് പിശാചിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണമാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിനെ തത്ഹീറുൽ ബുയൂതി വഹിഫ്ദുഹാ, വീടിനെ ഏറ്റവും നല്ല രീതിയിൽ പിശാചിനെ കെണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ വീട്ടിൽ പിശാചിന് കയറാൻ പ്രേരണയേകുന്ന അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉള്ളത് എങ്കിൽ പിശാചിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഉപദ്രവങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അത് പല പ്രശ്നങ്ങളായിരിക്കും. മക്കളിൽ പ്രശ്നം ഉണ്ടാവും, അത് രോഗങ്ങളായി മാറാം, കുടുംബ പ്രശ്നങ്ങളാകാം, ഭാര്യ ഭർത്തക്കന്മാർ തമ്മിലുള്ള പിണക്കമാകാം, അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് അത് മാറും. അത് വീടിനെ സംരക്ഷിക്കുന്നത് പെട്ടതാണ് ചിത്രങ്ങളും രൂപങ്ങളും ഒന്നും വീട്ടിലുണ്ടാകാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ രൂപങ്ങൾ, പ്രതിമകൾ, അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ചിത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം വീട്ടിലുണ്ട് എങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ പ്രവേശിക്കില്ല. അതുപോലെ തന്നെ കുരിശ്, അതുപോലെ നായ്ക്കൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ആര് പ്രവേശിക്കില്ല? റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ അതിൽ പെട്ടതാണ് സംഗീതം. കുരിശ് ഇത് വന്നിട്ടുള്ള കാര്യമാണ്. കാരണം കുരിശുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇത് കണ്ടിട്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. കുരിശ് എന്നുള്ളത് ഒന്നാമത് നസ്രാനികളുടെ ചിഹ്നമാണ്, അടയാളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പാടില്ല എന്നുള്ളത്. നായ്ക്കൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ വിഷയത്തിൽ നഹി വന്നിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ടുള്ള ഹദീസ് ഈ ഒരു റിസാലയിൽ കാണാനുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കി നോക്കാം. അതിൽപ്പെട്ടതാണ് സംഗീതം വീട്ടിൽ വെക്കുക എന്നുള്ളത്. അറിവില്ലാത്ത ഇതുമില്ല, കുരിശായിട്ടുള്ള അടയാളങ്ങൾ.
അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അറിയാത്തോണ്ട് പറയാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കുക. അതിലിപ്പോ കുറെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പോ നൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, അതിന്റെ ഒരു ടിക്ക് വരുമല്ലോ. ആ ടിക്ക് എന്നുള്ളത് ഗ്രീക്ക് അവരുടെ എന്തോ ഒരു ദൈവികമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് മക്കൾ അത് പിന്നെ തൊപ്പികളിൽ പ്രകടമായിട്ട് കാണുന്ന രീതിയിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കാണാം. എന്നാൽ ഷൂസോ ചെരുപ്പോ എന്നുള്ളതിൽ ഒരു നിന്ദിക്കുന്ന തരത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ വസ്ത്രത്തിലോ അല്ലെങ്കിൽ തൊപ്പികളിലോ അങ്ങനത്തെ ഒന്നും ധരിക്കരുത് എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അപ്പൊ അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പൊ കുരിശ് മാത്രമല്ല, അവരുടെ ഒരു ആരാധ്യ രൂപമായിട്ട് വേറെ പലതും വന്നിട്ടുണ്ട്. ഇപ്പോ ഒന്ന് വിഷയം മാറിപ്പോകാനല്ല, നമ്മള് ധാരാളം കുട്ടികളുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൊമ്പുള്ള ഒരു കുതിരയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ കാണാം. അത് ശരിക്ക് നമ്മുടെ നാടുകളിൽ ഈ LGBTQ സൗവർഗരതി എന്ന് പറഞ്ഞ അവരുടെ ഒരു എംബ്ലമാണത്. അവരുടെ അടയാളം, അവരുടെ മൃഗമായിട്ട് അവർ കാണിക്കുന്നതാണ്. അത് കുട്ടികൾക്കിட்ட പുസ്തകങ്ങളിലും ഡ്രസ്സുകളിലും ഒക്കെ ഒന്ന് കടയിൽ പോയി കാണാം. എല്ലാത്തിലും അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാവും. അതങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമായ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം. അതിലൊക്കെ പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രൂപങ്ങൾ, വിഗ്രഹങ്ങൾ എന്നുള്ളതൊക്കെ. അത് വേറൊരു വിഷയമായിട്ട് ഏതൊക്കെയാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. അത് പിന്നെ അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം, വീടുകളിൽ ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾ, രൂപങ്ങൾ, കുരിശ്, ഇനി മറ്റു മതങ്ങളുടെ ഷിആറുകളായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ഉണ്ടാവുക എന്നുള്ളത് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാൻ തടസ്സമാകും. അതിൽ പെട്ടതാണ് സംഗീതം വീട്ടിൽ വെക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കില്ല. സംഗീതത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് തന്നെ പിശാചിന്റെ ശബ്ദമാണ്. ഒരാൾ സംഗീതത്തിന്റെ അടിമയായാൽ അവൻ പിശാചിന് അടിമയായതുപോലെയാണ്. പിശാചിന് അത്രയും സ്വാധീനമായിരിക്കും. കൽബിന്റെ വ്യഭിചാരമാണ് സംഗീതം. അത്രയും പിശാചിന് അവന്റെ മേലെ സ്വാധീനമായിരിക്കും. ഇപ്പൊ ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്നിടത്ത് വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട് അവരിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെയൊക്കെ നീ പിന്നെ പഴിപ്പിച്ചുകൊള്ളുക എന്നുള്ള, നീ വിളിച്ചുകൂട്ടുക എന്ന് പറഞ്ഞെടുത്ത് സൗത്തു ശൈത്താൻ അൽ ഗനാ, പിശാചിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സംഗീതമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂനന്ന ഫീ ഉമ്മതി അഖ്വാമൻ യസ്തഹില്ലൂന അൽ ഹുറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എന്റെ ഉമ്മത്തിൽ ഒരു സമൂഹം ഉണ്ടാവും വ്യഭിചാരത്തെയും പട്ടിനെയും മദ്യത്തിനെയും സംഗീതത്തിനെയും ഹലാലായി കാണുന്ന ഒരു സമൂഹം ഉണ്ടാകും. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. അതുപോലെ വീടുകളിൽ മണിയടിക്കുന്നത് അത് ശൈത്താന്റേതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽജറസു മസാമീർ ശൈത്താൻ, മണിയെടുക്കുക എന്നുള്ളത് പിശാചിന്റെ ഓടക്കുഴൽ പോലത്തെ ഒരു കാര്യമാണ്. അത് ഒഴിവാക്കണം എന്നുള്ളത് വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ലാസ് നടക്കൂല. അതുകൊണ്ടാണ് ഓരോന്ന് പറയുന്ന സംശയം വന്നു കഴിഞ്ഞാൽ ക്ലാസ് നടക്കൂല. അല്ലെങ്കിൽ പിന്നെ ചോദ്യോത്തര സെഷനായിട്ട് വേറെ നടത്തേണ്ടി വരും. നിങ്ങൾ മനസ്സിൽ വെച്ചോളി, നോട്ട് ചെയ്തോളി മൊബൈലിൽ. നമുക്ക് അവസാനം സംസാരിക്കാം. അതന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വിഷയം പറഞ്ഞ് തീരൂല. അതുകൊണ്ടാണ്. അപ്പോ പിന്നെ മണിനാദം എന്നുള്ളത് പിശാചിന്റെ ഓടക്കുഴലാണെന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസ്ഹബുൽ മലായികതു റഫഖതൻ ഫിഹാ ഖൽബുൻ ഔ ജറസുൻ, നായയോ മണിയോ ജന്തുക്കളുടെ കഴുത്തിൽ മണി ഇട്ടുവരുന്നെന്ന്. അങ്ങനെയുള്ള ഒരു സംഘത്തിനോടൊപ്പം മലക്കുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കാണാം. അതുപോലെ വീടിനെ സംരക്ഷിക്കുന്നതിൽ പെട്ടതാണ് വീടിന്റെ കവാടങ്ങൾ അടക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഗ്ലിഖുൽ അബ്വാബ് വദ്കുറു ഇസ്മല്ലാഹ് ഫഇന്ന അശ്ശൈത്താന ലാ യഫ്തഹ് ബാബൻ മുഗ്ലിഖൻ, വാതിലുകൾ അടക്കുമ്പോൾ, രാത്രിയിൽ ഉറങ്ങുമ്പോഴെല്ലാം വാതിലുകൾ അടക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? വാതിലുകൾ അടക്കുന്നത് പിന്നെ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള കവാടങ്ങൾ പിശാചിന് തുറക്കാൻ സാധിക്കില്ല. അതിൽ തന്നെ പെട്ടതാണ് പിശാചിന്റെ ഷർറല്ലെങ്കിലും പ്രാർത്ഥനകൾ അടച്ചു വെക്കുക, വിളക്കുകൾ അന്ന് കാലത്തെ പോലെ വിളക്കുകളാണെങ്കിൽ അത് കെടുത്തുക എന്നീ കാര്യങ്ങളൊക്കെ. അതുപോലെ വീടിനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഹദീസ് പറഞ്ഞതുപോലെ വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളത്. അടുത്ത പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കുടുംബത്തെയും സന്താനങ്ങളെയും പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് തേടുക, അതുപോലെ തന്നെ അതിനുവേണ്ടി ദുആ ചെയ്യുക എന്നുള്ള കാര്യം.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടാൻ, അവരെ പിശാചിന്റെ ശർറിൽ നിന്നും അതുപോലെ കണ്ണേറുകളിൽ നിന്നുമെല്ലാം രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നിവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാവിധ അള്ളാഹുവിന്റെ പരിപൂർണമായ നാമങ്ങൾ കൊണ്ട് എല്ലാവിധ പിശാചിന്റെ ഉപദ്രവങ്ങളെ തൊട്ടും അതുപോലെ കണ്ണേറിനെ തൊട്ടും രക്ഷ തേടുന്നു എന്ന്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ചേർത്ത് പിടിച്ച് ചൊല്ലിയിരുന്ന ദുആ ആണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഇതേപോലെ ദുആ ചെയ്യണം. പിശാചിന്റെ ശർറിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും കുടുംബത്തെയും എല്ലാം പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് രാത്രി ആരംഭിക്കുന്ന സമയത്ത് കുട്ടികളെ പുറത്തു വിടാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തജ്നഹൽ ലൈലു ഔ കാന ജനഹൽ ലൈലു, രാത്രിയാകുന്ന ആ സമയത്ത്, ഏകദേശം ആ മഗ്രിബിന്റെ ആ സമയം, ഫകുഫു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. അഥവാ പുറത്തിറങ്ങി നടക്കുന്ന സമയമായത് വീട്ടിനകത്ത് നിങ്ങൾ വെക്കണം. ഫൈന്ന ശയാത്തീന തൻതശിറു ഹീനഇദിൻ, ആ സമയത്ത് പിശാചുകൾ വ്യാപിക്കുന്ന, ശൈത്താനുകൾ വ്യാപിക്കുന്ന സമയമാണ്. ഫൈദാ ദഹബ സാഅ മിനൽ ഇശാ ഫഖല്ലൂഹും, ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ രാത്രിയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ ഒരു മഗ്രിബിന്റെയും ഇശാന്റെയും ഇടയിലായിട്ടുള്ള, മഗ്രിബിന്റെ ബാങ്കിന്റെ കുറച്ച് മുമ്പായിക്കൊണ്ട് ഇശാനോട് അടുത്തിട്ടുള്ള ആ സമയം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് കുട്ടികളെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ പുറത്തു വിടാതെ ഇരിക്കുക എന്നുള്ളത് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, പിശാചിന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷയാകാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നാം സൂചിപ്പിച്ചു, പിശാചിന് മനുഷ്യനെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ തെറ്റിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് സ്ത്രീകൾ എന്നുള്ളത്. സ്ത്രീകളോടുള്ള ആ താല്പര്യം അത് വ്യഭിചാരത്തിലേക്കും അല്ലെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് മറ്റു പല അപകടങ്ങളിലേക്കും പിശാച് മനുഷ്യരെ എത്തിക്കും. അപ്പൊ ആ തരത്തിലുള്ള ആ തിന്മയിലേക്ക്, പ്രത്യേകിച്ച് ഫിത്നക്ക് കാരണമാകുന്ന സ്ത്രീകൾക്ക് അതിലകപ്പെടാതിരിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. ആ ദൃഷ്ടി താഴ്ത്തുന്നത് മുഖേന അവന്റെ മുഴുവൻ ദീനിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു മൃഗത്തിന് മുകളിലാണ്, ഒട്ടകമോ കുതിരയോ, പിന്നിലായിക്കൊണ്ട് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ ഇവരിയ്ക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു സംശയമായി, ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സംശയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചോദിക്കാൻ വന്നു. അപ്പൊ ഇഹ്റാമിലായതുകൊണ്ട് ആയിരിക്കണം ആ സ്ത്രീ എന്ത് ചെയ്തില്ല, മുഖം ഒന്നും മറച്ചിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സംശയം ചോദിക്കാൻ വന്ന സമയത്ത് ഫളൽ ഇബ്നു അബ്ബാസ് ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് വന്നത്. അപ്പൊ ഫളൽ ഇബ്നു അബ്ബാസിന്റെ കഴുത്ത്, തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചുകൊണ്ട് തിരിച്ചു, ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പിടിച്ചുകൊണ്ട് തിരിച്ചു. അപ്പോ പിന്നെ ഇത് ഈ കഴുത്ത് തല പിടിച്ചിങ്ങനെ തിരിക്കണത് മാത്രമാണ് അപ്പുറത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് മാത്രമേ കണ്ടുള്ളൂ, തല പിടിച്ചിങ്ങനെ തിരിക്കണേ കണ്ടുള്ളൂ. അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനാണ് അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ലക ലബൈത ഉനുഖ ഇബ്നു അമ്മിക്, എന്താണ് നിങ്ങളുടെ പിതൃ സഹോദരന്റെ മകന്റെ കഴുത്ത് പിടിച്ചിട്ട് തിരിക്കണത്, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഅയ്തു ശാബൻ വശാബത്തൻ, ഒരു യുവാവും യുവതിയും കൂടി പരസ്പരം നോക്കുന്നത് ഞാൻ കണ്ടു, അടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു. ഫഖിഫ്തു ശൈത്താന അലൈഹിമാ, അവരുടെ മേലെ പിശാചിനെ ഞാൻ ഭയപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് പരസ്പരം ഒരു അടുപ്പം തോന്നുന്ന അല്ലെങ്കിൽ ആകർഷണീയത തോന്നുന്ന ഒരു പ്രായമാണ് യുവാവ് യുവതി എന്നുള്ളത്, പ്രത്യേക വിവാഹിതരല്ലാത്ത യുവാവ് യുവതി എന്നുള്ളതും അതുപോലെ ആ സ്ത്രീയും പുരുഷനും എന്നുള്ളത് മൊത്തമായിട്ട് തന്നെ. അപ്പൊ അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ പിശാചിനെ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ആ നോക്കാതിരിക്കാനാണ് ഞാൻ ആ തല തിരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല, അതിൽ അകപ്പെടുന്നത് എങ്ങനെയാണ് എന്നറിയാത്ത തരത്തിലാണ് നമ്മൾ അതിൽ പെട്ടുപോകുക. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അന്യ സ്ത്രീകളെ കാണേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോ നേരിട്ട് കണ്ടാലും ഇന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ടാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്.
അതിലേക്ക് കാണേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പുറത്ത് സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്ന, സ്ത്രീകൾ ധാരാളം വരുന്ന സ്ഥലങ്ങളിലോ സന്ദർഭത്തിലോ ചിലപ്പോൾ അത്യാവശ്യം അങ്ങാടിയിലോ കടയിലോ ചിലപ്പോൾ അത്യാവശ്യം പോകേണ്ടി വരും. അതല്ലാതെ അനാവശ്യമായിട്ട് അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ നോക്കുക, അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ അപകടത്തിലേക്കാണ് അതിന്റെ അനന്തരഫലമായിട്ട് അകപ്പെടുക. ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ധാരാളം നേട്ടങ്ങൾ പ്രത്യേകം പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദൃഷ്ടി താഴ്ത്തുന്നത് കൊണ്ടുള്ളത്. അത് രഹസ്യത്തിൽ നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിലാണെങ്കിലും പരസ്യത്തിൽ അങ്ങാടികളിലാണെങ്കിലും ഒരുപോലെ തന്നെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അടുത്ത ഒന്ന് തർക്കുൽ ഖുൽവതി ബിൽ മർഅത്തിൽ അജ്നബിയ്യ, അന്യ സ്ത്രീയുമായി ഒറ്റക്കാകുന്നതിനെ സൂക്ഷിക്കുക. അന്യ സ്ത്രീയുമായി ഒറ്റക്കാകുന്നതിനെ ഒഴിവാക്കുക. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് അവിടെ ശൈത്താനാണ് ഉണ്ടാവുക. ശൈത്താൻ വളരെ അപകടം പിടിച്ച നിലയിൽ ആ വല്ല ഹറാമിലേക്കും വീഴ്ത്തിക്കളയും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ മെഹ്റമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു കാണാം. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ വലാ തുസാഫിറു ഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ. ഒരു സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല മെഹ്റമില്ലാതെ എന്ന് കാണാം. അപ്പോ ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റക്കാതെന്ന് പറഞ്ഞാൽ ഒരു പുറത്ത് ഫിസിക്കലി ആണെങ്കിലും ഇന്ന് നമ്മുടെ മൊബൈലുകളിൽ ചാറ്റുകളിലാണെങ്കിലും എല്ലാം അപകടം തന്നെയാണ്. എല്ലാം അപകടം തന്നെയാണ്. ചിലപ്പോൾ നേരിട്ട് ഒറ്റക്കാവുന്നതിനേക്കാൾ അപകടമാണ് എന്ത്? മൊബൈലിൽ ചാറ്റിലും മെസ്സേജിലും ഒക്കെ ഒറ്റക്കാവുക എന്നുള്ളത്. അതിന്റെ അപകടം വളരെ വലുതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റമിൻ മിൻഹാ ഫഇന്ന സാലിസഹുമാ അശ്ശൈത്താൻ. ഒരാണും പെണ്ണും അവരൊറ്റക്കാവുകയാണ് എങ്കിൽ അവരൊറ്റക്കാകുന്നില്ല, മൂന്നാമത് അവിടെ ശൈത്താനില്ലാതെ ഷൈത്താൻ അവരെ മറ്റു പല തിന്മകളിലേക്കും ഏതെല്ലാം രീതിയിലാണോ ആ രീതിയിലെല്ലാം പിഴപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഒരു തരത്തിലും ഒരു അന്യസ്ത്രീയുമായിട്ട് ഒരു സാഹചര്യത്തിലും അവരുമായി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുമായി ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് വളരെ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുക. തുടക്കം വളരെ നല്ല കാര്യത്തിനായിരിക്കും. ചിലപ്പോ ദഅവത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ സാധുവായ സ്ത്രീ ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാവും തുടങ്ങുക. പക്ഷെ അത് എത്തിച്ചേരുന്നത് വളരെ അപകടം നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. എന്നാൽ ഇതിനുള്ള സൗകര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ പിശാചിന്റെ കെണിയെ പ്രത്യേകം സൂക്ഷിക്കണം. മറ്റൊന്ന്, പിശാചിന്റെ ഇതുപോലെയുള്ള കെണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സവാജ്, വിവാഹം കഴിക്കുക എന്നുള്ളത്. വിവാഹം കഴിക്കുക എന്നുള്ളത് നമുക്ക് ദൃഷ്ടി താഴ്ത്താൻ സഹായിക്കുന്ന, നമ്മുടെ ഗുഹ്യസ്ഥാനം ഹറാമുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ, ഹറാമുകളിൽ ചെന്ന് പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ്, ഒരു ഔദാര്യമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നൽ മർഅത തുഖ്ബലു ഫീ സൂറത്തി ശൈത്താൻ വതദ്ബറു ഫീ സൂറത്തി ഷൈത്താൻ. ഒരു സ്ത്രീ അവൾ പുറത്തിറങ്ങുമ്പോൾ അവൾ പിശാചിന്റെ രൂപത്തിലാണ്. അതായത് പുരുഷന് അവളെ ആകർഷണീയത ഉണ്ടാക്കും, സ്ത്രീയുടെ മേലെ ആകർഷണീയത ഉണ്ടാക്കും. എന്നിട്ട് പറയാണ്, ഫഇദാ റഅ അഹദുകും റഅതൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇനി കണ്ട്, ഫഅജബത്ഹു, അവളോട് ഒരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യം തോന്നുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഫല്യഅതി അഹ്ലഹു, അവൻ അവന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ചെല്ലട്ടെ. ഫഇന്ന ദാലിക യറുദ്ദു മിമ്മാ ഫീ നഫ്സിഹി, അവന്റെ മനസ്സിൽ തോന്നിയ ആ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ അത് സഹായകമാകും. അതായത് നമുക്ക് ഹലാലായിട്ടുള്ള നമ്മുടെ ഭാര്യ ഉണ്ട് എങ്കിൽ, ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ, ഹറാമായ തരത്തിലുള്ള ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഏതെങ്കിലും സ്ത്രീയെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് ഭാര്യയിൽ അത് ഹലാലായ രീതിയിൽ അത് പൂർത്തീകരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അപ്പോ അതങ്ങനെ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പരിഹാരം അതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത് പിശാചിന്റെ ഇതുപോലെയുള്ള ധാരാളം കെണികളിൽ നിന്ന് സംരക്ഷണമേകുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തഅമ്മുദു മുഖാലഫത്തി ശൈത്താൻ, പിശാചിന്റെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പിശാചിന്റെ രീതിയുണ്ട്. ആ പിശാചിന്റെ രീതിയോട് എതിരായിട്ട് വേണം നമ്മളത് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ പിശാച് ചെയ്യുന്ന രീതിയുണ്ട്, ആ രീതിയിൽ നിന്ന് എതിരായി നമ്മളോട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അൽ അക്ലു ബിൽ യമീൻ, വലത് കൈകൊണ്ട്
ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകുലന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ, നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ, പിശാചാണ് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. അപ്പൊ എന്താണ്? പിശാച് ഇടത് കൈ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെതിരായി വലത് കൈ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ഇസ്തിഹ്ബാബുൽ ഖൈലൂല, ഖൈലൂലത്ത് ഉറങ്ങുക എന്നുള്ളത്. ഖൈലൂലത്തിന്റെ സമയം എന്നുള്ളത് പണ്ഡിതന്മാർക്ക് ചില ഖിലാഫ് ഉണ്ട്, ബുഹറിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ളത്. എന്തായാലും പകലിലെ ബുഹറിന് മുമ്പുള്ള സമയം എന്നാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ബുഹറിന് മുമ്പായിക്കൊണ്ടുള്ള കുറഞ്ഞ സമയത്ത് പകലിൽ കുറച്ചു നേരം ഉറങ്ങുക, വിശ്രമിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്ന ശൈത്താന ലാ തഖീൽ, ശൈത്താൻ എന്ത് ചെയ്യില്ല? ആ സമയത്ത് ഉറങ്ങുകയില്ല. അതുകൊണ്ട് ആ സമയത്ത് ചെറിയൊരു വിശ്രമം എടുക്കുക എന്നുള്ളത്. അതുപോലെ ഇസ്റാഫ് അല്ലെങ്കിൽ പിശുക്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഫിറാശു ലിർറജ്ലി വഫിറാശു ലിംറഅതി വഫിറാശു ലിദ്ദൈഫി വറാബിഉ ലിശൈത്താൻ. അന്ന് ഒരു വീട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വിരിപ്പാ ഉണ്ടാവുക. അപ്പോ ഭർത്താവിനും ഭാര്യയ്ക്കും ഓരോ വിരിപ്പ്, ഇനി ഒരു അതിഥി വരുമ്പോ അതിഥിക്ക് ഒരു വിരിപ്പ്, നാലാമത്തെ ഒരു വിരിപ്പ് അധികരിച്ചുണ്ടാവുക എന്നുള്ളത് പിശാചിനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതായത് ആർഭാടത്തോട് കൂടിയിട്ടുള്ള ജീവിതം, ഒരാൾക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത്, അതിൽ പിന്നെ പിശാചാവും ഉണ്ടാവുക എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ആർഭാടം ഉണ്ടാവാൻ, അതിര് കവിയിൽ ഉണ്ടാവാൻ പാടില്ല, പിശുക്കൽ ഉണ്ടാകാൻ പാടില്ല, അതിര് കവിയിൽ പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തഅന്നി പറഞ്ഞാൽ അവധാനത. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അജ്ലത്ത് ധൃതി കാണിക്കുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. എന്നാൽ തഅന്നി എന്നുള്ളത് മിനർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ്. ഒരു കാര്യത്തിന് ധൃതി കാണിക്കാതെ സാവധാനത്തിൽ ചെയ്യുക എന്നുള്ളത്. സാവധാനം ഉദ്ദേശിച്ചത് പതുക്കെ ചെയ്യാന്നല്ല, ഒരു കാര്യം ചെയ്യേണ്ട മുറപ്രകാരം അവധാനതയോടുകൂടി ചെയ്യുക എന്നുള്ളത്. അതുപോലെ റദ്ദു തസാഉബ്, കോട്ടുവായിടുമ്പോൾ പരമാവധി അതിനെ പിടിച്ചു വെക്കാൻ, സ്വന്തത്തിൽ തന്നെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി സാധിക്കുന്നില്ല എങ്കിൽ കൈകൊണ്ടോ മറ്റോ അതിനെ പൊത്തിപ്പിടിക്കുക. തസാഉബു മിനശ് ശൈത്താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പിശാചിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിശാചിന്റെ കവാടങ്ങൾ തുറക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ഒന്ന് ലൗ, എങ്കിൽ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമൊക്കെ ചെയ്തു, നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, എന്നിട്ടൊരു കാര്യം അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്തു പറയാൻ പാടില്ല? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയാൻ പാടില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് സംഭവിച്ചാൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറയൽ പിശാചിന്റെ കവാടം. ലൗ തുഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നുള്ളത് എങ്കിൽ എന്നുള്ളത് പിശാചിന്റെ പ്രവർത്തനങ്ങൾ തുറക്കും എന്ന് കാണാം. മറ്റൊന്നാണ് തഇസ ശൈത്താൻ, പിശാചിന് നാശം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ പിശാച് പിന്നെ നശിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ പിശാചിന്റെ കൊണ്ട് ഉപദ്രവം കൊണ്ട് നാശം ഉണ്ടാവട്ടെ എന്നല്ല, അഫൻ എന്താ പറയാ, പിശാചിന്റെ ഉപദ്രവം കൊണ്ട് അവന് ഒരു വൃത്തികെട്ടവനാണ് എന്ന നിലക്ക് ഒരു രീതിയിൽ പറയരുത് എന്ന്. കാരണം അത് പിശാചിന് കൂടുതൽ ഒരു പ്രേരണയേക്കുന്ന, അവനെ പുകഴ്ത്തുന്ന പോലെയാണ്. അതായത് പിശാചിന്റെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ അകപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്തൊരു സാധനമാണ് ആ നിലക്ക് ഒരു കാര്യം പറയരുത്. കാരണം അത് പിശാചിന് ഒരു താളമുണ്ടാകുന്ന അവസ്ഥയാണ് അതുണ്ടാവുക. അതൊരിക്കലും നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പിശാചിനെ ഒന്ന് പൊക്കി പറയുകയോ അല്ലെങ്കിൽ പിശാചിന് നല്ല ശക്തനാണ്, അല്ലെങ്കിൽ അവന് വല്ലാത്തൊരു സാധനമാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ആ നിലക്കൊന്നും പറയാൻ പാടില്ല. കാരണം അത് അവനൊരു പുകഴ്ത്തൽ പോലെ, അവനൊരു എന്താ പറയാ, അവനൊരു താളവും പോലെയാണ് ആ കാര്യം ഉണ്ടാവുക. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനത്തേത്, പിശാചിന്റെ ശർറിൽ നിന്ന് നമ്മൾ രക്ഷ നേടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. ഈ പറഞ്ഞ ഇസ്തിആദയാവട്ടെ, ബാക്കിയുള്ള ബിസ്മില്ലാ എന്ന് പറയലാവട്ടെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ദുആ എന്നുള്ളത്. പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ തേടലും അതുപോലെ എന്ത് കാര്യവും അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. ഈ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ധാരാളം ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ശർറുകളിൽ നിന്ന് നമുക്ക് രക്ഷയേകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്കും 2 വിഷയങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ്. അല്ലാഹു തആല പിശാചിന്റെ ശർറിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.